നമസ്കാരം. ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. വണ്ടൂർ ടൗണിൽ റോഡരികിൽ വെച്ച് പിടിപ്പിച്ച പൂച്ചെടികൾ മോഷ്ടിക്കുന്ന വിരുദ്ധൻ CCTVയിൽ കുടുങ്ങി. മോഷ്ടാവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. മലപ്പുറം വേങ്ങരയിൽ യുവതിയെ ഭർതൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വേങ്ങര കച്ചേരിപ്പടിയിലാണ് സംഭവം. ചിറക്കൽ സ്വദേശി ഹിബ തസ്മിയാണ് മരിച്ചത്. മൃതദേഹം കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വാഹനങ്ങൾ കൂട്ടിയിടിച്ച് മലപ്പുറം സ്വദേശി ഒമാനിൽ മരിച്ചു. കൊണ്ടോട്ടി മുതുപറമ്പ് സ്വദേശിയും സുഹുൽ ഫൈഹ കമ്പനിയിലെ ജീവനക്കാരനുമായ പാലത്തുകുയിൽ മലൽ ഹൗസിൽ റഫീഖാണ് മരിച്ചത്. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3:30 മിസാജിനിൽ ട്രക്കുകൾ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ജിദ്ദയിൽ ഹൗസ് ഡ്രൈവറായ മലയാളി ഹൃദയാഘാതം മൂലം മരിച്ചു. മലപ്പുറം പെരിന്തൽമണ്ണ ചെറുകര റെയിൽവേ ഗേറ്റിന് സമീപം മുണ്ടുകട്ടിൽ അബ്ദുൽ അമീദാണ് ഇന്നലെ മരണപ്പെട്ടത്. കുറ്റിപ്പുറം ചോലാവളവിൽ തിങ്കളാഴ്ച പുലർച്ചെ ചരക്കുമായി പോവുകയായിരുന്ന മിനി പിക്കപ്പ് മറിഞ്ഞ് അപകടം. ദേശീയപാത 66 പെരുമ്പറമ്പ് ഭാഗത്താണ് ഓവർലോഡുമായി വന്ന മിനി പിക്കപ്പ് മറിഞ്ഞ് അപകടം സംഭവിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെ ഏകദേശം 12 മണിയോടെയാണ് അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തേഞ്ഞിപ്പലത്ത് 2.3 കിലോഗ്രാം കഞ്ചാവുമായി ഒഡീഷ കോരാപുട്ട് ഡാൻകാരികുട്ട സ്വദേശി ധനപതി ഗഡാബയെ തേഞ്ഞിപ്പലം പോലീസ് പിടികൂടി. ഒഡീഷയിൽ നിന്ന് തീവണ്ടി വഴി ജില്ലയിൽ എത്തിക്കുന്ന കഞ്ചാവ് ഇയാളുടെ നേതൃത്വത്തിലുള്ള സംഘം വിവിധ സ്ഥലങ്ങളിൽ വാടകയ്ക്ക് മുറികൾ എടുത്ത് താമസിച്ചാണ് വിൽപ്പന നടത്തി വരുന്നത്. ചെറുകാവ് ദേശീയ പാതയോരടക്കം നിർത്തിയിടുന്ന വാഹനങ്ങളിലെ ബാറ്ററികൾ മോഷണം പോകുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്നു. നഗരത്തിരക്കുകളിൽ നിന്നു മാറി നിരത്തുവക്കുകളിൽ നിർത്തിയിടുന്ന സ്വകാര്യ ബസ്സുകൾ, ലോറികൾ എന്നിവയിൽ നിന്നാണ് ഏറെ പങ്കും ബാറ്ററികൾ കളവ് പോകുന്നത്. വേനൽമഴ ലഭിക്കാത്തതിനാൽ കരുവാരക്കുണ്ടിൽ ശുദ്ധജലക്ഷാമം അതിരൂക്ഷം. അന്തരീക്ഷതാപം 38 ഡിഗ്രിയും കടന്നതോടെ കൊടും ചൂടിൽ ഉറവകൾ വറ്റുകയും പുഴകൾ വരളുകയും ചെയ്തിരിക്കുകയാണ്. തടയണകൾ നിർമ്മിക്കാത്തതിനാൽ കിണറുകളിലെയും കുളങ്ങളിലെയും ജലവിധാനവും താഴ്ന്നു. മഴ ഇനിയും വൈകിൽ പ്രദേശത്ത് കുടിവെള്ളം വരെ മുട്ടിയേക്കും. മലപ്പുറം കോട്ടപ്പടി ബസ് സ്റ്റാൻഡിലെ നഗരസഭാ മലിനജല സംസ്കരണശാലയിലെ ശുചിമുറി മഴക്കാലത്ത് നിറഞ്ഞു കവിയുന്ന പ്രശ്നം പരിഹരിക്കാൻ പുതിയ ടാങ്ക് നിർമ്മിച്ചേക്കും. മുനിസിപ്പൽ എഞ്ചിനീയറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പെരുവള്ളൂർ പഞ്ചായത്തിൽ വരൾച്ച രൂക്ഷമാകുമ്പോഴും പഴയ കുഴൽ കിണറുകളിൽ പലതും കാണാമറയത്ത്. 23 വർഷം പഴക്കമുള്ള 32 ജലനിധി ഗുണഭോക്തൃ സമിതികളിൽ 12 എണ്ണത്തിൽ പൊതുകിണറുകളും നോക്കുകുത്തി. ജല അതോറിറ്റിയുടെ കണക്ഷൻ ലഭിച്ചവരും പരിമിതം. ജലജീവൻ മിഷൻ പദ്ധതിയാണ് ശാശ്വത പരിഹാരമായി കാണുന്നതെങ്കിലും അത് എന്നത്തേക്ക് യാഥാർത്ഥ്യമാകുമെന്ന് വ്യക്തതയില്ല. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.